ദേ ഒരു 30 സെന്റ് സ്ഥലവും അധികം താമസിക്കാത്തൊരു വീടും വന്നിട്ടുണ്ട്. അധികം താമസിക്കാത്ത വേറൊന്നും കൊണ്ടല്ല കേട്ടാ, ഇതിൻ്റെ ഓണർ അയർലൻഡിൽ സെറ്റിൽഡാണ്. അപ്പം അത് കാരണമാണ് ഈ വീട്ടിൽ അധികം താമസം ഇല്ലാണ്ട് വന്നത്. അത് വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. അത് ഫുൾ ഫർണിച്ചർ അടക്കം. അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു ഹൈപ്പും കൂടി അടിച്ചേക്ക്. ഇതേണ്ട, ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അല്ലാണ്ട് തന്നെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് ഇവിടെ ഉണ്ട്. മുറ്റത്ത് കിണറുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ ഉണ്ട്. ഫ്രണ്ട് തന്നെ റോഡാണ്ടാ. ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ അതേ നിങ്ങൾ കണ്ടോട്ടാ. ഇനി ഫ്രൂട്ട്സ് ഇല്ലെന്ന് മാത്രം പറയരുത്, അത്രയും മരങ്ങളാണ്. അതും വെറും പകുതി വിലക്കാണ്ട് ഇത് കൊടുക്കണം. മാവ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് കാണിച്ചു തരാം. കാരണം ഇത്രയൊക്കെ നട്ടുപിടിപ്പിച്ച് വലുതാക്കി 5 വർഷമാണ്. വേണ്ട സപ്പോർട്ടൊക്കെ ഉണ്ടായി കിടക്കണമൊക്കെ വേണ്ട, മരം നിറച്ചാണ് ഉണ്ടായി കിടക്കണം. ഇത് തൊട്ടിപ്പുറത്ത് തന്നെ റംബൂട്ടാൻ, തെങ്ങ്, മാവ്, പ്ലാവ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കണേ. കാരണം കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല, ഡ്രൈവിങ്ങിലാണെങ്കിലും പറ്റൂല. ഇവിടെ തെങ്ങൊക്കെ കായ്ച്ചേക്കണണ്ട. അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇതേ കുരുമുളകൊക്കെ ഉണ്ടായി നിൽക്കണണ്ട. ആ തെങ്ങുമ്മയൊക്കെ ഇഷ്ടം പോലെ തേങ്ങയാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ തേങ്ങ, അതായത് നമുക്ക് കറിക്കരക്കാനും പിന്നെ വെളിച്ചെണ്ണൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഇത് അടുത്ത തെങ്ങ്. 30 സെന്റ് സ്ഥലമുണ്ട്. ആ 30 സെന്റും ഇത് നമ്മൾ സർവൻറ്റിന് വേണ്ടിയുള്ള ഇതാണ്ട. പുറത്തൊരു ബാത്റൂം, അത് പറമ്പിലെ പണിക്കൊക്കെ ആരെങ്കിലും വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബാത്റൂം. ഇതേ അവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള റൂം. ഇപ്പം ഇവിടെ ആരും ഇല്ലാത്ത കാരണം ഇപ്പോൾ താമസമൊന്നുമില്ല. ഇവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് വെച്ചേക്കണം. ഇതേ അടുക്കള, അത് തീ കത്തിക്കാനുള്ള അടുക്കളേണ്ടത്. അത് വീടിൻ്റെ പുറത്താണ്. കാരണം വീടിനകത്ത് പുകയും കാര്യങ്ങളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ. എന്തോരം മരങ്ങളാണ് നോക്കിയാൽ. ഇത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ്. കാരണം ഇത് 3800 സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീടാണ്ട. എൻ്റെ കാന്താരി മുളകൊക്കെ ഉണ്ടായേക്കണണ്ട. മുകളിൽ ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ടേക്കണേണ്. ഇത് കിണർ, വറ്റാത്ത വെള്ളമുള്ള കിണർ. എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല. അതും നല്ല നിരപ്പായ സ്ഥലം. എത്ര വണ്ടി പാർക്ക് ചെയ്യും ഇവിടെ. സിറ്റ് ഔട്ടൊക്കെ ഉണ്ട. എന്താ ഒരു വലിപ്പം. ഇവിടേക്ക് ഒരു ചാരുകസേരയിട്ട് ഇരുന്നാൽ തന്നെ ഒരു പ്രൗഢിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം. നേരെ ലിവിങ് ഏരിയ ഉണ്ട്. ഫുള്ള് ഗ്രാനൈറ്റാണ് ഇട്ടേക്കണം. ഇതാണ് ഉണ്ട് ലിവിങ് ഏരിയയുടെയൊക്കെ ഒരു വലിപ്പം നോക്കി. ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്കാ ലുക്ക്. ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടാ. ഇവിടെ കണ്ട മയിൽപ്പീലിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാലുണ്ട. മയിൽപ്പീലിയും പബിൾസും. ഇതേ താഴത്തും അതേപോലെ തന്നെ ഗ്ലാസ് ഇട്ടേക്കണത്. ഓടി നടക്കാൻ നമുക്ക്, ചവിട്ടിയാലൊന്നും പൊട്ടൂല. കണ്ടോ ഒരേ ഏരിയ നിങ്ങൾ കണ്ടോട്ടാ. വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രാൻഡ് ഒരു വീട്. എന്താ പറയണ്ടേന്ന് കിട്ടണില്ല. ഇതേ നിങ്ങളുടെ TV ഏരിയ. ഇത്ര ഇതൊക്കെ ഉള്ള വീടാണ്. വെറും എല്ലാം അടക്കം ഒരു പകുതി വിലക്ക് കൊടുക്കണം. ഇത് 3 ഫേസ് കണക്ഷൻ. ഇത് പ്രാർത്ഥനക്കുള്ളൊരു ഏരിയ ഉണ്ട്. കാരണം ഇത് ക്രിസ്ത്യൻസിൻ്റെ വീടാണ്. ഇതേ ഇവിടെ ഇരുന്ന് TV കാണാം. തൊട്ടിപ്പുറത്ത് നിങ്ങൾ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒറ്റ നിലയിൽ തന്നെ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതാണ് ഡൈനിങ് ടേബിള്. ഇത് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ. എന്താ ഒരു ഭംഗി നോക്കി. എല്ലാനും അത്ര പക്കയായിട്ട് അറേഞ്ച് ചെയ്തേക്കണ. കോമൺ ബാത്റൂം വരണോണ്ടാ. ഹാളിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ട. ഇത് കിച്ചൺ ആണ്. ഇപ്പോഴും പുത്തം പോലെ തന്നെ കിടക്കണേ. കാരണം ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഓണർ അയർലൻഡ് സെറ്റിലാണ്. അപ്പോൾ അത് കാരണം ഇത് നോക്കാനൊന്നും ആളില്ല, താമസിക്കാനും ആളില്ല. പിന്നെ അത് കാരണം അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇത്രയും വലിയ വീട് പൂട്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആളെ നിർത്തിയേക്കണത് ക്ലീൻ ചെയ്യാനൊക്കെ. ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ ഒന്നും ഇല്ലാത്ത കാരണം തുറന്നിട്ടേക്കണം, അല്ലെങ്കിൽ സ്മെല്ല് വരും.
കണ്ടോ കിച്ചൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ നിങ്ങൾ? എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളത് ഇത് വന്ന് നിങ്ങൾ നേരിട്ട് കാണണം. കണ്ട ഒരേ കാര്യങ്ങളും അറേഞ്ച് ചെയ്തേക്കണം, അത്രയും ക്യൂട്ടായിട്ടാണ്. ഇത് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ തുടങ്ങിയാണ് കണ്ടോട്ടെ നിങ്ങൾ. ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പവും കണ്ട, അതിലെ ഡ്രസ്സിങ് കബോർഡ്, ഇത് ഡ്രസ്സിങ് ടേബിൾ, ഇത് പഴയതാണ്ട, ഇത് ഒരു ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കണതുകൊണ്ട് കണ്ട. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും കുളിക്കാനുള്ള ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് തൃശ്ശൂരാണ്ട. തൃശ്ശൂര് പുതിയ സുവോളജിക് പാർക്കിൻ്റെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. പുത്തൂർക്ക് 3 കിലോമീറ്റർ. ഇതേ രണ്ടാമത്തെ ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും. ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയണത് പൊന്നൂക്കര എന്ന് പറയും. ഒല്ലൂരടുത്ത് പൊന്നൂക്കരാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി, ഗ്ലാസിൻ്റെ മുകളിൽ കൂടിയാണ് നടന്നു വന്നത്. അത് പൊട്ടയൊന്നുമില്ല, അത്രയും കനമുള്ള ടഫ് ആൻഡ് ഗ്ലാസ്സാണ്. ഇതേ മൂന്നാമത്തെ ബെഡ്റൂം. ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ഒരു 1.5 ബെഡ്റൂമാണ്. ഇത്രയും ഈ 30 സെന്റ് സ്ഥലവും 3800 സ്ക്വയർ ഫീറ്റ്. അതിൻ്റെ കബോർഡാണ്, ഡ്രസ്സിങ് കബോർഡാണ് കണ്ടത്. ഇതേ ഡ്രസ്സിങ് ടേബിൾ ഇവിടെ ഉണ്ട്. ഈ വീടിനും കൂടി ചോദിക്കണ വില 2,10,00,000 രൂപയാണ്. 30 സെന്റ് സ്ഥലം തന്നെയുണ്ട്. ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് തന്നെ 4-5 ലക്ഷം രൂപ വിലയുണ്ട്, കാരണം മെയിൻ റോഡ് സൈഡാണ്. ഇതേ നാലാമത്തെ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം. ഒരു 4 ലക്ഷം രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 30 സെന്റിന് 1,20,00,000 രൂപയായി. പിന്നെ ഇത്രയും വലിയ വീടും ഇത്രയും പറമ്പും ഇതൊക്കെ കൂടി വെറും 90 ലക്ഷം രൂപയായി. 90 1 കോടി, 1,20 അപ്പോൾ ഒരു 90 രൂപ. അത് തന്നെ 90 രൂപയുടെ അടുക്കേ വന്നുള്ളൂ. ഇത്രയും വലിയ 3,800 സ്ക്വയർ ഫീറ്റ് ഇതേ കൊടുത്തൊരു വീട്, ഒരു ഔട്ട് ഹൗസ്, കാര്യങ്ങൾ എല്ലാം കൂടിയും പണിയുമ്പോഴൊക്കെ എത്ര ലക്ഷം രൂപ. പിന്നെ ഭയങ്കരം തന്നെ, നല്ല വൻ ലാഭമുണ്ട്. കാരണം തൃശ്ശൂർ ഇതേ കൊടുത്തൊരു വീട് വേണമെങ്കിൽ തൃശ്ശൂർ ടൗണിലോട്ട് 11 കിലോമീറ്റർ ആണ്ട. ഒല്ലൂർക്ക് 7 കിലോമീറ്റർ, ആമ്പല്ലൂർക്ക് 7 കിലോമീറ്റർ. ഇവിടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ദേ മുകളിലാണ്ട് സെറ്റ് ചെയ്തേക്കണം. പിന്നെ ഫുള്ള് CCTV, വീടിൻ്റെ ചുറ്റിനും ക്യാമറയുണ്ട്. എല്ലാ സൗകര്യമുള്ള കണ്ട ന്യൂ ലുക്ക് വീട് ഉണ്ട്. ഇത്രയും ഭംഗിയുണ്ട് ഈ വീടിന്. അതും അധികം പഴക്കമില്ല. ഈ വീടിൻ്റെ പണി തീർന്നത് 2017 അപ്പോൾ ഏകദേശം ഒരു 7 വർഷം, 8 വർഷമായിട്ടില്ല, 7 വർഷം പഴക്കമുള്ള വീടാണ്. പക്ഷെ വെൽ മെയിൻറ്റൈൻഡ് ആയതുകൊണ്ട്, അധികം ഉപയോഗിക്കാത്തതുകൊണ്ടും വീട് പക്കയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. എത്ര തെങ്ങനെയാണ് നോക്കി, ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാനും ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും ഡീറ്റെയിൽ പറഞ്ഞില്ല എന്ന് മാത്രം പറയരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫുൾ ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്.